ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് ആലീൻ്റെ ബർത്ത്ഡേ നമ്മൾ എങ്ങനെയാണ് ഒരു വെറൈറ്റി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തതെന്നാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണാൻ പോണത്. ഈ പ്രാവശ്യത്തെ ആലിക്കുട്ടീൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ മസായി ട്രൈബിൻ്റെ ഒപ്പം കേട്ടോ സെലിബ്രേറ്റ് ചെയ്തത്. അതൊരു വെറൈറ്റി സെലിബ്രേഷൻ തന്നെയായിരുന്നു. കാരണം അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ ഓർണമെൻറ്റ്സും അവരുടെ പാട്ടും എല്ലാം കൊണ്ടും ഒരു വെറൈറ്റി മസായി ബർത്ത്ഡേ സെലിബ്രേഷനായിരുന്നു. എല്ലാ മസായികളും അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വേഷവും അതേപോലെ തന്നെ കോലും അവരുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ വന്നിരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഒരു എന്താ പറയുക, ഒരു ആഫ്രിക്കൻ ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അവരുടെ ശൈലിയിൽ അവരുടെ പാട്ടുകളൊക്കെ പാടുന്നുണ്ട്, മൂളുണ്ട്, ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നല്ല രസമായിരുന്നു. നമ്മുടെ ബർത്ത്ഡേ ഗേൾ വരുന്നു. എൻ്റെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാവരും സെറ്റായിട്ടുണ്ട്. അവർ പതുക്കെ അവരുടെ പാട്ടും ഡാൻസും ഒക്കെ സ്റ്റാർട്ടാക്കി. ഞങ്ങൾ ഫുൾ മസായി ആയിട്ട് മാറി ഗൈസ്. അച്ഛനും മോളും അമ്മയും എല്ലാവരും ഒരേപോലെയൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് ആലിക്കുട്ടീനെ പോലും ഞങ്ങൾ വെറുതെ വിട്ടില്ല. അവളെയും നല്ല അടിപൊളിയായിട്ട് ഒരു മസായി കുട്ടിയായിട്ട് തന്നെ ഓർണമെൻറ്റ്സും എല്ലാവരും ചെയ്ത്. പിന്നെ ആലിക്കുട്ടി കുറച്ച് സഹകരിച്ചില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി ഓവറാക്കി മേക്കപ്പൊക്കെ ചെയ്ത് ആ ഒറിജിനാലിറ്റി വരുത്താൻ പറ്റിയില്ല. പക്ഷേ എന്നാലും പറ്റാവുന്ന പോലെയൊക്കെ നമ്മൾ ഒപ്പിച്ച് അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്ത് ആ മസായി അവരുടെ ലാംഗ്വേജിൽ, അതായത് അവിടുത്തെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഹീലിയാണ്. സ്വഹീലിയിൽ അവരുടെ ബർത്ത്ഡേ സോങ്ങും അതുമൊക്കെ പാടി അങ്ങനെ മൊത്തത്തിൽ ഗംഭീരമായിരുന്നു. ബർത്ത്ഡേ സെലിബ്രേഷൻ ശരിക്കും സാൻസിബാറിലാണ് കേട്ടോ നടത്തിയത്. താൻസാനിയൻ്റെ ഒരു ഐലൻഡാണ് സാൻസിബാറിലാണ്. സാൻസിബാർ ഒരു മെയിൻ ടൂറിസ്റ്റ് ഹബ്ബാണ്. അപ്പോൾ ഇവിടെ പാജേ ബീച്ചുണ്ട്, ഫേമസ് ആയിട്ടുള്ള പാജേ ബീച്ചുണ്ട്. പാജേ ബീച്ചിൻ്റെ അവിടെ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയുള്ള സ്ഥലം, സൗകര്യങ്ങളും കേക്കും എല്ലാനും അറേഞ്ച് ചെയ്തത് ലാലേൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് രാജീവേട്ടൻ. ഈ കൈയടിക്കണ ആളാണ് കേട്ടോ നമ്മുടെ രാജീവേട്ടൻ കാരണമാണ് ഇങ്ങനത്തെ ഒരു വെറൈറ്റി സെലിബ്രേഷൻ തന്നെ നമുക്ക് നടത്താൻ പറ്റിയത്. അവരുടെ ചാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമുക്കും ചാടാൻ പറ്റുമെന്ന്. പക്ഷെ നമ്മൾ ശരിക്കും ചാടി നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് അത്രയും അതിൻ്റെ അടുത്ത് പോലും എത്താൻ പറ്റില്ല എന്ന്. അപ്പോൾ ഇതിൽ ലാലേട്ടനും കുറേ ട്രൈ ഒക്കെ ചെയ്ത് നോക്കി ചാടാൻ, പക്ഷെ നടന്നില്ല. ശരിക്കും ഈ വീഡിയോയിൽ നമുക്ക് കാണാം ലാലേട്ടൻ്റെ ഒരു പ്രയത്നം ചാടാനുള്ളത്. ഇതൊക്കെ എന്ത് ചാട്ടം, ഇതൊക്കെ സിമ്പിൾ ചാട്ടം, ഇതൊക്കെ സിമ്പിളാണെന്നും പറഞ്ഞ് ഒരാൾ ചാടാൻ വേണ്ടത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത്രയാണ് നമുക്ക് ചാടാൻ പറ്റുള്ളൂ. പക്ഷെ അവരുടെ ചാട്ടം നമ്മൾ വിചാരിക്കണ പോലെയല്ല. അവരുടെ ആ പൊക്കമൊക്കെ വെച്ച് അവർക്ക് നല്ലോണം ചാടാൻ പറ്റും. പിന്നെ ഇത് അവരുടെ ഡാൻസ് പോലെയാണ് കേട്ടോ. അവർ ഷോൾഡറൊക്കെ ഇങ്ങനെ അനക്കി ചാടിയാണ് അവരുടെ ഡാൻസ് ശരിക്കും. ആലിക്കുട്ടി സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പേടിച്ചെങ്കിലും ഇവരുടെ ഡ്രസ്സും ഇതൊക്കെ കണ്ട് പേടിച്ചെങ്കിലും പിന്നെ അവൾ കുറച്ച് കംഫോർട്ടബിളായി. പിന്നെ അവൾ എൻജോയ് ചെയ്ത് തുടങ്ങി. അവളും ഡാൻസും ചാടാനും ഒക്കെ ട്രൈ ചെയ്ത് തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ എന്താ പറയുക, നല്ലോണം എൻജോയ് ചെയ്തു. ഇത് ഇവരുടെ ഡാൻസാണ് കേട്ടോ. നല്ല രസമാണ് ഇത് കാണാൻ. ഇവർ ഷോൾഡറൊക്കെ നല്ലോണം അനക്കി മറ്റേ പീക്കോക്ക് ഡാൻസ് കളിക്കില്ലേ അതേപോലെയൊക്കെ
തോന്നും. അതേപോലെ അവരുടേതായൊരു മ്യൂസിക്കും ഇതൊക്കെ ആയിട്ട്. Happy birthday to you. Kata keki tule. Happy birthday to you. Kata keki to you. Happy birthday to you. Thank you. Hakuna matata. Hakuna matata. Karibu sana.